ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശകലനമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് അതിരടി. പോസിറ്റീവ് അഭിപ്രായം നേടുത്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു, ഷിറിൻ സഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 6 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 13 കോടി രൂപയുമാണ് കളക്ട് ചെയ്യുന്നത്. രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4 കോടി 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ 2 ദിവസം കൊണ്ട് 10 കോടി 25 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നലെ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 10 കോടി റേഞ്ചിലായിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 23 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി അതിരടിയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരളത്തിൽ 1 കോടി 86 ലക്ഷം രൂപയാണ് പ്രീസെയിലായി നേടിയെടുത്തതെങ്കിൽ രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ 1 കോടി 45 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. എന്നാൽ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിലായി 1 കോടി 80 ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമ കേരളത്തിൽ മികച്ച കളക്ഷൻ തന്നെ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 15 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി കേരളത്തിൽ മിക്സഡ് അഭിപ്രായവും തമിഴ്നാട്ടിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായവും നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയെ പോലെ തന്നെ ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയും ബുക്ക് മൈ ഷോയിൽ 35, 40, 45,000 ടിക്കറ്റുകളാണ് മണിക്കൂറുകളിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ പ്രീസെയിലായി ഈ സിനിമ നേടിയെടുത്തത് കേവലം 84 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് ശനിയാഴ്ച തമിഴ്നാട്ടിലെ അഡ്വാൻസ് ബുക്കിംഗ് മാത്രം എത്തി നിൽക്കുന്നത് 6.5 കോടി റേഞ്ചിലാണ്. തമിഴ്നാട് ഓപ്പണിംഗ് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 13 കോടി റേഞ്ചിലാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 3 കോടിക്ക് മുകളിലും കർണാടകയിൽ 2 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും വിചാരിച്ചതിനപ്പുറമുള്ള ഒരു കളക്ഷനാണ് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. 1 കോടി 85 ലക്ഷം രൂപയായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 20 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ഗ്രോസായി 25-27 കോടി റേഞ്ചിലുമാണ് കറുപ്പ് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ദൃഢം. ചിത്രം 9-ാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 8-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 8 ലക്ഷം രൂപയാണ്. അങ്ങനെ 3 കോടി 61 ലക്ഷം രൂപയാണ് കേരളത്തിൽ 8 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി 60 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പേർട്ടിയേറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ താരതരയുള്ള ഈ സിനിമ 15-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 8,35,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 28 കോടി 91 ലക്ഷം രൂപയാണ് ആദ്യ 15 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 79-80 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഹൃദേശ് ദേശ്മുഖ് സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് രാജാ ശിവാജി. ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 4,10,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 100 കോടി 75 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വിദേശത്ത് നിന്ന് 2 കോടി 73 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 103 കോടി 48 ലക്ഷം രൂപയാണ് 15 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 74 കോടി രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.